ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ഈദ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോർട്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമുക്ക് ബസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പരപ്പനങ്ങാടിയിലേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ 10-300 റുപ്യ ഓട്ടോ ചാർജ് ആവും കേട്ടോ. അതുകൊണ്ട് ഓട്ടോ എടുത്ത് നമുക്ക് ഓട്ടോ കയറി നമ്മൾ ആനങ്ങാടി ഇറങ്ങിയിട്ട് അവിടുന്ന് ടെക്കറിന് കേട്ടോ പോകുന്നത്. ടെക്കറിനാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ബസ് ചാർജ് തന്നെ മതി. ബസ്സിലാവുമ്പോൾ നമ്മൾ ഓടി വരുന്ന ബസ്സിൽ മക്കളെയും കൊണ്ടൊക്കെ കയറാൻ എനിക്ക് എപ്പോഴും ടെൻഷനാണ് കേട്ടോ കയറുമ്പോൾ. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് പോവാം. അതവിടെ നിർത്തിയിട്ടതായിരിക്കുള്ളൂ. അങ്ങനെ ദേ നമ്മൾ ഷോപ്പിലെത്തി. ഡ്രസ്സ് ആദ്യം തന്നെ മക്കൾക്ക് എടുക്കാനാട്ടോ പോയത്. അപ്പോൾ ഇത് മക്കളുടെ മാത്രം ഡ്രസ്സുള്ള ഷോപ്പാണ് കേട്ടോ ലിറ്റിൽ ഹബ്ബ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ അവർക്ക് എടുത്തത്. മൂത്ത പിള്ളേർക്കും അതിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ചൊക്കെ തന്നെ ആയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തുമ്പി കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് കുറച്ച് പാലൊക്കെ കൊടുത്ത്. പിന്നെ അതേ കൊച്ചുവിന് പാൻറ്റ് എടുത്ത് നോക്കി. ജീൻസാണ് കേട്ടോ, 3 പേർക്കും ഒരേ കളറാട്ടോ എടുത്തത്. വൈറ്റ് ജീൻസാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ട്രയലൊക്കെ ഒന്ന് നടത്തിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടോ. പിന്നെ തുമ്പി ചെറുതായിട്ടൊക്കെ ഒന്ന് കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ദേ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് കേട്ടോ കുറേ ബുദ്ധിമുട്ടിയത്. പിന്നെ വീഡിയോ ഒക്കെ ചിലപ്പം റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. വീഡിയോഗ്രാഫർക്ക് നോമ്പ് തലയിൽ കയറിയിട്ടാണോ ആവും. വീഡിയോ ഒക്കെ തല തിരിച്ചൊക്കെയാണ് കേട്ടോ കുറേ എടുത്തത്. നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ എനിക്ക് ടോപ്പ് എടുക്കാനായിട്ട് കയറി ഒരു 3-4 കട കയറി കേട്ടോ. എനിക്കൊന്നും കണ്ണിൽ പിടിക്കണ്ടായിരുന്നില്ല. കാരണം ഷോർട്ട് അങ്ങനെ എനിക്ക് എടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട്. ചുരിദാറാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ എടുത്ത് കഴിയുമായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ആദ്യം മുതലേ ചുരിദാറാട്ടോ എടുക്കുക. അങ്ങനെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പെരുന്നാൾക്ക് വെറൈറ്റി ആവാം എന്ന് വിചാരിച്ചിട്ട് ഷോർട്ടിലേക്ക് അങ്ങോട്ട് കടന്നു. പിന്നെ ഈ ഇട്ട ഡ്രസ്സൊക്കെ അനിയത്തിൻ്റെ ആണ് കേട്ടോ. ഈ ഷർട്ടൊക്കെ ഇതാകുമ്പം തുമ്പിക്ക് പാൽ കൊടുക്കാനൊക്കെ സുഖമാണ്. ചുരിദാറാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് അവളുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ അനിയത്തിൻ്റെ. പിന്നെ ആദ്യം കയറിയ കടയിൽ നിന്ന് ഒന്നും കിട്ടാതായതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത കടയിലേക്ക് പോയിട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ കൊച്ചുവാണെങ്കിൽ വെള്ളം ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ വെള്ളമൊക്കെ കൊടുത്ത് ഒരു പാക്കറ്റ് ലേസൊക്കെ വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടോ. തുമ്പിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീന മത്തീനെ പോലെ ഇങ്ങനെ കരയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഞാൻ എടുത്തിട്ട് കുറേ കളിപ്പിച്ചു. ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ആണ് കേട്ടോ അങ്ങനെ കരച്ചിൽ. പിന്നെ തോളിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ കടയിൽ നിന്ന് കുറേ നേരമൊക്കെ കളിപ്പിച്ച് ഒന്ന് ചിരിപ്പിച്ച് അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അടുത്ത കടയിലേക്ക് പോയത്. പിന്നെ നൈറ്റി കടയിലും ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ ഈ ഷോപ്പിൽ കയറിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോ എനിക്ക് അധികം എടുത്തിരുന്നൊന്നും എൻ്റെ കണ്ണിൽ പിടിക്കണ്ടായിരുന്നില്ല കേട്ടോ. ഒരു തൃപ്തി വരണ്ടായിരുന്നില്ല മനസ്സിന്. അങ്ങനെ അവിടുന്ന് ടോപ്പ് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും മക്കളെ പോലെ തന്നെ വൈറ്റ് ജീൻസ് എടുത്തു കേട്ടോ. അങ്ങനെ ഇതുവരെ ഞങ്ങൾ മക്കളും ഞാനും അങ്ങനെ കോഡായിട്ടും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും വേണ്ടില്ല, ഒരേപോലെ ആവാം എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ 4 പെൺമക്കളും വൈറ്റ് ജീൻസിൽ അങ്ങോട്ട് സെറ്റായിട്ടോ. പിന്നെ അതിലേക്ക് മാച്ചായ ഷോൾ എടുക്കാൻ പോയി. ഇത് ഇഞ്ഞാമൻ്റെ മോളാണ് കേട്ടോ. അവളെ എക്സാം കഴിഞ്ഞിട്ട് നേരെ വന്നതാണ് കേട്ടോ മോളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഫാൻസിയിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനൊരു കുഞ്ഞു റിങ് വാങ്ങിച്ചിട്ടോ, മൂക്കുത്തിയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിങ് ഇടാനായിട്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. കാരണം മൂത്ത മക്കളെ കൊണ്ടുപോയില്ല, അവർ സ്കൂൾ വിട്ട് വരുന്ന സമയമാവുന്നതിൻ്റെ മുന്നേ തിരിച്ചെത്തണമല്ലോ. അതുകൊണ്ട് അവിടുന്ന് വേഗം പോകുന്നു കേട്ടോ. ടെക്കറിന് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ കയറിയിട്ട് പോകുന്നു കേട്ടോ. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചെരുപ്പ്, ഫാൻസി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തായാലും നല്ല വീഡിയോ എടുത്തിടാം കേട്ടോ. ഇതിപ്പോൾ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഏതായാലും വീഡിയോ എടുത്തതല്ല. അപ്പോൾ എനിക്കിതാണെങ്കിൽ ഇടാതിരിക്കാനും വയ്യ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ തെറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബായ്.